Please, Dr. T.P. Sisran, sir. നമസ്കാരം. ഞാൻ ഏകത ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ. ഞാൻ കണ്ണൂർക്കാരനാണ്, നടുവിലാണ്, തളിപ്പറമ്പിനടുത്ത്. പഠിച്ചതൊക്കെ നടുവിൽ ഹൈസ്കൂളിലാണ്, അത് കഴിഞ്ഞ് പയ്യന്നൂർ കോളേജിലാണ്. മാത്തമാറ്റിക്സ് ആണ് എൻ്റെ വിഷയം. പക്ഷെ എക്കണോമിക്സുമായിട്ടുള്ള എൻ്റെ ബന്ധം, ഞാൻ MBA പഠിച്ചിട്ടുണ്ട്. MBAയിൽ നമുക്ക് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. എൻ്റെ മകനൊരു എക്കണോമിസ്റ്റാണ്. BSc എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഡെവലപ്മെന്റ് സ്റ്റഡീസ് ആണ് അവൻ്റെ മാസ്റ്റേഴ്സ്. കേരളത്തെക്കുറിച്ച് ആണ് അവൻ്റെ PhD. മൻമോഹൻ സിംഗിൻ്റെ ട്രിബ്യൂട്ടാണ് ഈ ഒരു ഗൂഗിൾ മീറ്റ്. 26 ഡിസംബറിൽ 88ാമത്തെ വയസ്സിൽ 89th. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ സ്പേസ് സയന്റിസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ലൈബ്രറിയനായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് കുറേ കാലം മൻമോഹൻ സിംഗിന്റെ ലൈബ്രറിയനായിരുന്നു. ഇപ്പൊ മൻമോഹൻ സിംഗിനെ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പഠനവും അദ്ദേഹവുമായിട്ടുള്ള അടുപ്പവും, അദ്ദേഹം എന്ന ഒരു വ്യക്തിയെ, ഒരു പ്ലാനിംഗ് ബോർഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്ലാനിംഗ് ബോർഡിന്റെ ലൈബ്രറിയനായിരുന്ന ജനാർദ്ദൻ റാവു എൻ്റെ ലൈബ്രറിയനായിരുന്നു. ഞാൻ നടത്തിയ ആദ്യത്തെ ഡിജിറ്റൽ ലൈബ്രറി. അപ്പോൾ ഒരാൾക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യുകയും ഡെയിലി കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശരിക്കും മൻമോഹൻ സിംഗ് എന്ന പേഴ്സണെ. ഞാൻ പ്രൈം മിനിസ്റ്ററുടെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒരു പ്രൊഫസർ എന്നുള്ള നിലയിലും പ്ലാനിംഗ് ബോർഡിൽ വർക്ക് ചെയ്യുന്ന കാലത്തും RBI ഗവർണറായിരുന്ന കാലത്തും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം പഠിക്കാനും അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത്. അദ്ദേഹം 2004 ഭാരതത്തിന്റെ 13ാമത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് ഓഫീസ് തുടങ്ങുന്ന കാലം മുതൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നു, രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ഭാരതത്തില് പഞ്ചാബിൽ നിന്നും പഞ്ചാബ് പ്രൊവിൻസിയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഗഹി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഞാൻ ആ മാപ്പൊക്കെ ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ നാടറിയുന്നത് പോലെ അറിയുന്ന പ്രദേശമാണ് അതൊക്കെ. ഞാൻ മാപ്പ് മേക്കിംഗ് ആണ് എൻ്റെ ജോലി, സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ചിട്ട് സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ആ പഞ്ചാബ് പ്രവിശ്യൊക്കെ ഞാൻ പൂർണ്ണമായിട്ടും മാപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ ഓരോ സ്ഥലവും മാപ്പും കാണുമ്പോൾ പറയും, ഓ ഇത് മൻമോഹൻ സിംഗിൻ്റെതാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അദ്ദേഹം പഠിച്ചതൊക്കെ പഞ്ചാബ് സർവകലാശാലയിലാണ്. ഞാനും അവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിൽ. അവിടുന്ന് ബിരുദവും പിന്നെ കേംബ്രിഡ്ജിലാണ്. ഞാൻ അടുത്ത കാലത്ത് 2023 നവംബർ ഒക്ടോബറിലൊക്കെ കേംബ്രിഡ്ജിലുണ്ടായിരുന്നു. അദ്ദേഹം എക്കണോമിക്സിലാണ് PhD. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ 1991 മുതൽ രാജ്യസഭാ മെമ്പർഷിപ്പും. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സമ്പദ് വ്യവസ്ഥയെ ആഗോളതലത്തിലേക്ക് നയിക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ LPG എന്ന് പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നൊരു സിദ്ധാന്തം ഒരു ദിവസം രാവിലെ വന്നതല്ല. അദ്ദേഹത്തിന്റെ പരിചയവും അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ചിലപ്പം PV നരസിംഹറാവു ആണ്. 2004 മുതൽ 2014 വരെ 10 വർഷം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വലിയൊരു പ്രശ്നങ്ങളും കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടവും കൂടിയായിരുന്നു. ലോകത്തിൽ തന്നെ വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ ആഗോള
പ്രശ്നങ്ങളും പ്രൈം എന്ന് പറയുന്ന പ്രോബ്ലംസ്, എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ ധനം ഉണ്ടായിരുന്ന അമേരിക്ക പോലും പതറിപ്പോയിട്ടുള്ളൊരു കാലഘട്ടം. അപ്പൊ അദ്ദേഹത്തിന് എക്കണോമിക്സോ അല്ലെങ്കിൽ ധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റിംഗ് മാത്രമായിരുന്നില്ല. നമ്മുടെ ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള കോൺഫറൻസുകളിലൊക്കെ ബാക്കി രാജ്യങ്ങൾക്കൊക്കെ എതിർത്ത് പറയാൻ സാധിക്കാത്ത വിധം ചില പോളിസികളൊക്കെ ഉണ്ടാക്കാൻ ഈ നേതാവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അതിൽ ഒന്ന്, പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഭാരതമാണ് എന്ന് വലിയ ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് പെർ ക്യാപിറ്റ പൊല്യൂഷൻ നോക്കിയാൽ ആകെ ഭാരതം ഉണ്ടാക്കുന്ന പൊല്യൂഷന്റെ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് അത് വളരെ തുച്ഛമാണെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും അറിവ് എന്ന് പറയുന്നത്, അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, വായന എന്ന് പറയുന്നത്, ലോകത്തെ അറിയുക എന്ന് പറയുന്നത് പല പ്രൈം മിനിസ്റ്റർക്കും വേണമെന്നില്ല. കാരണം അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ പറയുന്നത് മാത്രം വായിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രൊഫസർ മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അടുത്തിടപഴകാൻ സാധിച്ച, ഞാനൊന്നും ശരിക്കും പറഞ്ഞ ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ വലിയ പദവിയൊന്നുമല്ല. എന്നാലും ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും, ഡിന്നർ മീറ്റിങ്ങിലൊക്കെ പലപ്പോഴും കാണാറുണ്ടായിരുന്നു. വളരെ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ പോലും ഞാനൊക്കെ അയച്ചിട്ടുള്ള ഫയലുകളിൽ എന്താണ് അദ്ദേഹം എഴുതിയത് എന്ന് പോലും ഓർത്ത് പറയാനുള്ള ബോധവും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്ന പലർക്കും അഡ്രസ് ചെയ്യുമ്പോൾ ശശിധരൻ എന്നാണ് പറയുന്നത്, ഓ ഇത് മൻമോഹൻ സിംഗിന്റെ ആണല്ലേ. അത്ര കാഷ്വലാണ്, പലരും അങ്ങനെയാണ്. അത്രയും തിരക്ക് പിടിച്ച ഒരു പ്രൈം മിനിസ്റ്റർക്ക് വായിക്കാൻ ഒരു പ്രോഗ്രാമിന് പോലും 1 മിനിറ്റ് പോലും വൈകാതെ വരികയും അത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാനുള്ള ഫയലുകളൊക്കെ പഠിക്കുകയും, അദ്ദേഹം 20 മണിക്കൂറും ഓഫീസ് വർക്കും 4 മണിക്കൂർ ഉറക്കുമായിരുന്നു വേണമെങ്കിൽ പറയാം. അപ്പൊ രാജ്യത്തിന്റെ പുരോഗതിയെ നമ്മൾ സാധാരണ വാക്കില് ഒരു പൊടിപ്പും തൊങ്ങലോട് കൂടി ജീവിതം അർപ്പിച്ചു എന്നൊക്കെ പറയുന്ന പലരെയും നമ്മൾ കാണാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മൻമോഹൻ സിംഗിന്റെ കാര്യം പറയുന്ന സമയത്ത് അങ്ങനെ ഒരു വെറുതെ കാഷ്വലായിട്ട് പറയേണ്ടതല്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു മെമ്മറി പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സീരിയസ്നെസ് നമ്മുടെ പ്രോഗ്രാമിന് ഉണ്ടാവണമെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തെ പലരും പരിഹസിച്ചിട്ടും കളിയാക്കിയിട്ടും ഒക്കെ പറയാറുണ്ട്. ഞാനും ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന അദ്ദേഹത്തിന്റെ സിനിമ, മൻമോഹൻ സിംഗ് ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ, നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതൊക്കെ റിലീസ് ചെയ്ത ദിവസം കാണുന്ന ഒരാളാണ്. കാരണം നമ്മുടെ അടുത്തൊരു വ്യക്തിയുടെ കുറിച്ചുള്ള ഒരു സിനിമ വരുമ്പോൾ അത് കാണണമെന്നുള്ള ആഗ്രഹവും അത് തിയേറ്ററിൽ പോയിട്ട് അത് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലെ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടുള്ള 2014 പുറത്തിറങ്ങിയ സഞ്ജയ് ബാരു ആണ് അദ്ദേഹത്തിന്റെ പുസ്തകം ആധാരമാക്കിയിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നോട്ടത്തിലാണ് സാധാരണ സിനിമകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഉയർച്ചയും കുറവുകളും കോൺഗ്രസ് പാർട്ടിയുടെ ബന്ധവും ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ, ഒരു ദേശീയ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ചെയ്ത സംഭാവനകളും ഒക്കെ കാട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ അതില് അദ്ദേഹത്തിന്റെ മൗന സ്വഭാവത്തെ രാഷ്ട്രീയ മാന്ത്രികതയുടെയും വ്യത്യസ്ത തരങ്ങളിലെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹം അതിനെ നോക്കിക്കണ്ടത് എന്നൊക്കെ വരച്ച് കാണിക്കാൻ ആ സിനിമക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ നിർണായകമായ തീരുമാനങ്ങൾ പാർട്ടി എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് ചർച്ചകൾ, എങ്ങനെയൊക്കെയാണ് നടന്നിരുന്നത് എന്നൊക്കെ ആ സിനിമയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലിയ പോളിസികളിലുള്ള പ്രാധാന്യമൊന്നും അല്ലെങ്കിൽ ആ ഒരു സിനിമയിൽ അങ്ങനെ കാണാൻ സാധിച്ചത് വരില്ല.
അദ്ദേഹത്തിന്റെ മാനുഷികതയും ത്യാഗബോധവും അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ സിനിമക്ക് സാധിച്ചിട്ടുള്ള സത്യമാണ്. പക്ഷെ അത് പോരാ. അദ്ദേഹത്തെ കുറിച്ചുള്ള സിനിമ, ഇപ്പൊ ഗാന്ധി മൈ ഫാദർ എന്ന സിനിമയും ഗാന്ധിയെ കുറിച്ചുള്ള കുറെ ഡോക്യുമെന്ററീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്രയൊന്നും പ്രാധാന്യം മൻമോഹൻ സിംഗിന് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള സൈലൻസ് ആയിരിക്കാം പലപ്പോഴും. പക്ഷെ പറയേണ്ട സ്ഥാനത്ത് കൃത്യമായിട്ട് ചുരുക്കി ചെറിയ വാക്കുകളിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പറയണോ അതൊക്കെ കണിശമായിട്ട് പറയാനുള്ള ഒരു ഗാംഭീര്യ, ഒരു പ്രകടനങ്ങളുടെയൊക്കെ വലിയ വാക്കുകൾ വലിയ തീക്ഷ്ണമാണെങ്കിലും അത് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസത്തില് ഔന്നത്യം ഉണ്ടായിട്ടുണ്ട്, അറിവുണ്ട്, ഡോക്ടറേറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രൈം മിനിസ്റ്റർ നമുക്ക് കുറവാണ് ഭാരതത്തില്. ഒരു പ്രൈം മിനിസ്റ്റർ ആവാൻ അങ്ങനെയൊക്കെ വേണമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള പ്രാധാന്യം കൊണ്ട് തന്നെ, കാരണം എല്ലാ മിനിസ്ട്രിയും അവസാനം ഒരു സാങ്ഷൻ എടുക്കേണ്ടത് മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളുടെയും അന്ത്യം എന്ന് പറയുന്നത് ധനകാര്യമന്ത്രിയാണ്. ഏത് മിനിസ്ട്രി ആയാലും, അത് കൊമേഴ്സ് ആയാലും റെയിൽവേ ആയാലും HR ഡിപ്പാർട്ട്മെന്റ് ആയാലും പ്രൈം മിനിസ്റ്റർ ഓഫീസ് ആയാലും പോലും ചിലപ്പോൾ ഹോം മിനിസ്റ്ററെ ഡിപ്പെൻഡ് ചെയ്യാൻ ആവശ്യം വരാറില്ല. കാരണം പ്രൈം മിനിസ്റ്റർക്ക് അവരുടേതായ ഒരു ഹോം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പക്ഷെ പ്രൈം മിനിസ്റ്റർക്ക് അവരുടേതായ ഒരു ധനകാര്യ സ്ഥാപനമില്ല. അപ്പൊ മിക്കവാറും ഡിഫൻസിനെ കുറിക്കാളും, കാരണം ഡിഫൻസും പ്രൈം മിനിസ്റ്ററുടെ കീഴിൽ SPG അതിനകത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. റോയൊക്കെ പ്രൈം മിനിസ്റ്ററുടെ കീഴിലാണ്. അപ്പൊ അതിനാണ് ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. പക്ഷെ നമ്മളൊക്കെ പോകേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ധനകാര്യം. അതിൽ ഒരു അറിവുള്ള ഒരാള് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ഒരു പ്രാധാന്യം ഈ പ്രധാനമന്ത്രിക്ക് 2004 മുതൽ 14 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഭാരതത്തിന്റെ അന്തർദേശീയ കാര്യങ്ങൾ മാത്രമല്ല വിദേശ കാര്യങ്ങളിൽ പോലും വ്യത്യസ്തമായ ഒരു തലത്തിൽ ഭാരതത്തെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആ സാധ്യത പൊളിറ്റിക്കലി മൂവ് ചെയ്യാൻ ചിലപ്പോൾ മൻമോഹൻ സിംഗിന് സാധിക്കാത്തതാവാം. കണ്ടിന്യൂവേഷനോ അല്ലെങ്കിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടതും വേണമെങ്കിൽ ഒന്ന് പറയാം. ഇന്ത്യയുടെ പല പ്രധാനമന്ത്രിമാരുടെയും ചരിത്രം, നമ്മളൊക്കെ സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ഡിഫൻസും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ലോകത്തെ അല്ലെങ്കിൽ ലോകം എങ്ങനെ ഇന്ത്യയെ നോക്കിക്കാണും, ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാലം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്നു. പക്ഷെ ആ കാലത്തും ചിലപ്പോ അമേരിക്കയൊക്കെ ആയിട്ടുള്ള ചെറിയ ഫ്രിക്ഷൻസും റഷ്യ ആയിട്ടുള്ള ഭാരതത്തിന്റെ അടുപ്പവും ഒക്കെ ബാക്കി രാജ്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പാച്ച് ചെയ്യാൻ 2004 മുതൽ 2014 വരെ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇപ്പൊ നമ്മൾ കാണുന്ന പല പോളിസികളുടെയും ഒരു റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആഗോളവത്കരണം, ഈ LPG എന്ന് പറയുന്ന ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ആഗോളവത്കരണവും ലിബറലൈസേഷനും സ്വകാര്യവത്കരണവും ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ ലോക മാർക്കറ്റിലേക്ക് തുറന്നു കാണിക്കാനും വാണിജ്യ വിപണന രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്താനും നല്ലപോലെ സാധിച്ചിട്ടുണ്ട്. വിപണികളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, ആ സമയത്തുണ്ടായിരുന്ന സെസ് നടപ്പിലാക്കാൻ, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ, ദാരിദ്ര്യത്തിന്റെ നിയന്ത്രണങ്ങൾക്കൊക്കെ കുറെ പിന്തുണ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക ദർശനത്തിന് സാധിച്ചു എന്നുള്ളത് സത്യാവസ്ഥയാണ്. അപ്പോൾ നയങ്ങള് ഒരു കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയാൽ അത് പ്രാബല്യത്തിൽ വരുന്ന 10 വർഷം, അത് കഴിഞ്ഞ് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോഴത്തേക്കും 10-15 വർഷമൊക്കെ പിടിക്കും. ഇന്ന് കാണുന്ന ഭാരതത്തിന്റെ വളർച്ച കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് തുടങ്ങിയതാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ, ലോകം ആരാധിച്ചിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കി കാണേണ്ടത് പ്രൈം മിനിസ്റ്റർ മാത്രമല്ല, ആ സമയത്ത് കലാമിന്റെ ഒരു കാലഘട്ടവും കൂടി ഉണ്ടായിരുന്നു.
നമ്മുടെ 1991 ധനകാര്യ മന്ത്രിയുടെ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സാമ്പത്തിക നയങ്ങളുടെ ഒക്കെ ചുക്കാൻ പിടിക്കാനും അവരെ നയിക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതും അതിന്റെ തുടക്കമായിട്ട് നമ്മൾ കാണും. ഒരു സാധു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു വളരെ മോഡസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, കുലീന സ്വഭാവമുള്ള, ഒരു ദീർഘകാലത്തേക്ക് ഭാരതത്തെ സേവിക്കാൻ സാധിച്ചിട്ടുള്ള, ഇന്ദിരാഗാന്ധിയുടെ കാലത്തിനൊക്കെ ശേഷം വേണമെങ്കിൽ നമുക്ക് പറയാം അത് മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് നെഹ്റുവിന്റെ കാലം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പ്രോജക്റ്റുകളും വലിയ ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകൾ, UNDP ബാധകമായിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ആ കാലഘട്ടത്തിൽ ഒരു ബേസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വലിയൊരു മാറ്റം ഉണ്ടായിരുന്നത് ഈ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്താണ്. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ സോഫ്റ്റും വളരെ സിമ്പിളും, ചില വലിയ സിമ്പിളായിട്ട് ജീവിക്കുന്നവരെയൊക്കെ ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറെ കാശ് മുടക്കേണ്ടി വരാം. പക്ഷെ മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ അതായിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളിലും, കോസ്റ്റ്യൂംസ് ഒക്കെ നോക്കിയാൽ തന്നെ കാണാം അദ്ദേഹത്തിന്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ഒക്കെ നമ്മൾ കാണുമ്പോഴാണ് മനസ്സിലാക്കുക എത്ര മോഡസ്റ്റ് ആയിരുന്നു ഈ പ്രൈം മിനിസ്റ്ററുടെ ഭാവവും പ്രകടനവും പോസ്റ്ററും കോസ്റ്റ്യൂംസും ഒക്കെ. അത് നമുക്ക് വലിയ 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 മേഖലകളിൽ വാക്കുകളുടെ ഗാംഭീര്യത്തോടു കൂടി ഭരണരംഗത്തുണ്ടാവുന്ന വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ ഒന്നും ക്രെഡിറ്റ് സ്വന്തമാണെന്ന് കരുതാതെ അതൊക്കെ ബാക്കിയുള്ള ജനങ്ങൾ, കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ പകുത്തു കൊടുക്കാനുള്ളൊരു മനസ്സ് മൻമോഹൻ സിംഗിന്റെ വലിയൊരു കഴിവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നരസിംഹറാവുവിന്റെ കാലത്ത് ധനകാര്യമന്ത്രിയായിരുന്ന ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിസന്ധികളെയൊക്കെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചതും പ്രൈം മിനിസ്റ്റർ ആയത്. എങ്ങനെ സാമ്പത്തികമായിട്ടുള്ള സ്വകാര്യവത്കരണം എങ്ങനെ മാർക്കറ്റിങ്ങിലൂടെ, വിനിയോഗത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ വലിയ ഒരു ഉദാഹരണം ആ കാലഘട്ടത്തിൽ എത്ര പ്രോഡക്റ്റുകളാണ്, ഒരു ബൂസ്റ്റ് വെറുതെ ഉണ്ടാക്കല്ല, കൃത്യമായിട്ട് അന്ന് തുടങ്ങിയിട്ടുള്ള പല സ്ഥാപനങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട്. കയറ്റുമതിയിലും ആകെ ഒരു കഷ്ടത ഉണ്ടായിരുന്ന ഒരു കാലത്ത് വികസനം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ പ്രോഡക്റ്റുകൾ GDP ഒക്കെ നോക്കുന്ന സമയത്ത് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ലോകത്തിലേക്ക് കയറ്റിയേക്കാൻ സാധിക്കുന്ന, ഏതൊക്കെയാണ് ഭാരതത്തിന് ബാക്കി പലയിടങ്ങളിലേക്കും കൊടുക്കാൻ സാധിക്കുക, അവിടുന്ന് എന്തൊക്കെയാണ് ഭാരതത്തിന് വേണ്ടത് എന്നൊക്കെ കൃത്യമായി നോക്കിക്കണ്ട് ആ തരത്തിലേക്ക് വിനിമയങ്ങളെയൊക്കെ ലിബറലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. പലപ്പോഴും ഏറ്റവും കൂടുതൽ വേതനങ്ങളില്, പേയ്മെന്റുകളിലൊക്കെ തകർച്ചയുണ്ടായിരുന്നു ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തും. അത് ചെറിയ നയമാറ്റങ്ങളിലൂടെ ഈ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ഉത്തേജനം ഉണ്ടാക്കാൻ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയൊക്കെ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുള്ളൊരു വലിയ പണ്ഡിതനാണ് മൻമോഹൻ സിംഗ്. സമ്പദ് വ്യവസ്ഥ ലോകത്തിന്റെ വേഗതയിൽ വളരെ കുറവായിരുന്നൊരു കാലഘട്ടമാണ് ഇത് നടന്നത് എന്ന് ആലോചിക്കണം. അപ്പൊ അച്ചടക്കവും വളരെ ദീർഘകാലത്തോടു കൂടിയുള്ള, പെട്ടെന്ന് ബൂസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഡെവലപ്മെന്റും പ്രോഗ്രസും രണ്ട് വാക്കുകളുണ്ട്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് ഡെവലപ്മെന്റൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു ബൂസ്റ്റപ്പ് അല്ല, അത് കുറെ കാലത്തേക്ക് ദീർഘകാല ദർശനത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതിനുള്ളൊരു മനോഭാവം, സത്യസന്ധത, അതൊക്കെ വലിയ മൂല്യങ്ങളോടുകൂടി അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു അധ്യാപകനും കൂടിയായിരുന്നു, കാരണം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങളിലൂടെയും ജീവിതത്തിലൂടെയും നയകാര്യങ്ങളിലൂടെയും ഒക്കെ നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചർക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും ആ പഠനങ്ങളിലൂടെ. എല്ലാവരും പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, സ്വയം മനസ്സിലാക്കി സ്വയം ഡിക്റ്റേറ്റ് ചെയ്ത്
പ്രൈം മിനിസ്റ്റർ ബാക്കിയുള്ളവർക്ക് ഡിസിഷൻസ് പറയാ വേണ്ടത്, അതല്ലാതെ ബാക്കിയുള്ളവരുടെ ഡിസിഷൻസ് പ്രൈം മിനിസ്റ്റർ ഏറ്റെടുക്കല്ല വേണ്ടത്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ അറിവിന്റെ ഒരു നിറകുടമായിരുന്നു മൻമോഹൻ സിംഗ്. അതുകൊണ്ട് സിദ്ധാന്തങ്ങളുടെ പ്രയോഗങ്ങള്, പാഠങ്ങള് ഒക്കെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ബഡ്ജറ്റുകള് സ്വന്തം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ വെറുതെ പ്രൊജക്ട് ചെയ്തിട്ട് ടേബിൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കണക്കൂട്ടലുകളല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിശാബോധം മാത്രമല്ല, അതിന്റെ ഓരോ സ്റ്റെപ്പുകളിലും എങ്ങനെയൊക്കെ പോകണം എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ബൃഹത്തായ പഠനത്തോടുകൂടി സിദ്ധാന്തങ്ങളെ മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പിലും എങ്ങനെ പോകണം എന്ന് കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള, ബാക്കിയുള്ളവരെ ഗൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവൂ. അത് പ്രൊഫസർ മൻമോഹൻ സിംഗ് ആയിരുന്നു. ഓരോ വിദ്യാർത്ഥിക്കും പഠിച്ച് ഇങ്ങനെയൊക്കെ ആവാം ഒരു മനുഷ്യന് എന്ന് പറയാൻ സാധിക്കണം. ഞാൻ ബേസിക്കലി മാത്തമാറ്റീഷ്യനാണ്. നമ്മൾ കാണുന്ന സമയത്ത് ശ്രീനിവാസ രാമാനുജത്തിന്റെ 125-ാം ജന്മവാർഷികം 2012 ആഘോഷിക്കുന്ന സമയത്ത് ദ മാൻ ഹൂ നോസ് ഇൻഫിനിറ്റി, അത് പിന്നെ ഒരു സിനിമയൊക്കെ ആയിട്ടുള്ള കഥയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ പുസ്തകം ഇന്ത്യയുടെ എല്ലാ ഭാഷകളിലും വിവർത്തനം ചെയ്യാൻ തീരുമാനിച്ചത് മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ കാലത്ത് ദേശീയ ഗണിത വർഷമായിട്ട് ഡിസംബർ 22 ഗണിത ദിനമായിട്ട് പ്രഖ്യാപിച്ചത് മൻമോഹൻ സിംഗ് ആണ്. ഞാൻ പറയുന്നത് അക്കാഡമിക് ആയിട്ടുള്ളൊരു പ്രൈം മിനിസ്റ്റർക്ക് മാത്രമേ അത്തരം ഭാരതത്തിന്റെ എത്രയോ കാലം മുമ്പ് ഗണിത ദിനമായിട്ട് വേണമെങ്കിൽ ശ്രീനിവാസ രാമാനുജത്തെ ബഹുമാനിക്കുന്ന തരത്തിലെ ഒരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നില്ല. അത് മൻമോഹൻ സിംഗ് വേണ്ടി വന്നു എന്നുള്ളതാണ്. 2013 വ്യത്യസ്ത ഭാഷകളില് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറെ പുസ്തകങ്ങളുണ്ട്. ആ സമയത്ത് മലയാളത്തിലടക്കം അത് കലാം, മൻമോഹൻ സിംഗ് എന്ന ഭരണം ഒരു കോംബോ പോലെ, ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു കാലഘട്ടം. അമേരിക്കയുമായിട്ടുള്ള ബന്ധം നല്ലപോലെ ഉറപ്പിക്കാൻ സാധിച്ചത് ആ കാലഘട്ടത്തിലാണ്. ഒബാമയുടെ വരവും ഒബാമയുടെ കാലഘട്ടവും ഒബാമയുടെ വലിയ പദ്ധതികളും. അപ്പോൾ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കാത്തതാണ് അമേരിക്കയുടെ പ്രാധാന്യം. അപ്പൊ ആ കാലഘട്ടത്തില് ഭാരതത്തിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, മൻമോഹൻ സിംഗും കലാമും ഒബാമയും പണ്ഡിതന്മാരായിട്ടുള്ള, ചിന്തിച്ച് ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള അമേരിക്കയുടെ സിദ്ധാന്തങ്ങളും ഒക്കെ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ പ്രാധാന്യം പ്രൊഫസർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലെ ഭാരതത്തിന് മാത്രമല്ല, ഓരോ ഭാരതീയനും, ഇപ്പം അമേരിക്കയിലൊക്കെ 40 ലക്ഷത്തോളം ഇന്ത്യക്കാരുണ്ട്. അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് കിട്ടിയിട്ടുള്ളത് ചിലപ്പം ആ കാലഘട്ടത്തിലായിരിക്കും. ഓരോ വിസിറ്റിലും നമ്മുടെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ടുള്ള ചർച്ചകളിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഗ്ലോബൽ വാർമിങ്ങിന്റെ കാര്യം വന്ന സമയത്ത് അങ്ങനെ ചെറിയ വാക്കുകൾ കൊണ്ട് അധികം ഷാർപ്പാവാതെ, പക്ഷെ ആരെയും മുറിവേൽപ്പിക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് വലിയ സിദ്ധാന്തങ്ങളെയൊക്കെ, വലിയ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് ഖണ്ഡിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ കാതല് പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്ത് അത് കൃത്യമായിട്ട് ഭാരതത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന തരത്തില് കയോട്ടോ പ്രോട്ടോകോളിന്റെ ഒക്കെ ആ കോൾ വന്ന സമയത്ത് അതിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അത് എങ്ങനെയാണ് ഭാരതത്തിന് അനുയുക്തമാവുന്ന വിധത്തിൽ മാറ്റുക എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഈ സിനിമ കാണുക, എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗിനെ കുറിച്ച് ചർച്ച ഉണ്ടാക്കുക. ഇപ്പൊ ഇത് ടീച്ചേഴ്സിന്റെ ഒരു ഫോറാണ്.
അപ്പം 26-ാം തീയതിയാണ് മൻമോഹൻ സിംഗ് പോയത്, നമ്മളെ വിട്ടു പിരിഞ്ഞത്. അധികം ആക്റ്റീവ് അല്ലാത്ത കുറെ കാലം ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിലും ആക്റ്റീവ് ആയിരുന്നില്ല. ചെറിയ മീറ്റിങ്ങുകളിലൊക്കെ അത്യാവശ്യം പങ്കെടുക്കുമെന്നല്ലാതെ വലിയ വേദികളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയൊക്കെ പോളിസികളിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ ആ സമയത്തൊക്കെ അതിനെ ഖണ്ഡിച്ച് പറയാനും ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റിലൊക്കെ അത് ഒതുക്കി വേണമെങ്കിൽ ഇതെങ്ങനെയായിരുന്നില്ല, അങ്ങനെയായിരുന്നു വേണ്ടത് എന്നൊക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ഇന്നത്തെ പ്രൈം മിനിസ്റ്ററും അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യും, പലപ്പോഴും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ബഹുമാനിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് പറയാം. വലിയ ഒരു ഷോ ഒന്നും കാണിക്കാതെ വളരെ സൈലന്റായി രാഷ്ട്രീയത്തിലായാലും പ്രൈം മിനിസ്റ്റർ ആവുന്ന സമയത്തും അതിനുശേഷവും ഒരു റിട്ടയർമെന്റ് ലൈഫ് ആണെങ്കിൽ പോലും പലപ്പോഴും വിളിച്ച ആവശ്യങ്ങൾക്കൊക്കെ എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ പോവുകയും, പക്ഷെ ഇലക്ഷനിയറിങ്ങിനോ അത്തരം വലിയ ഗ്രാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ലെങ്കിലും ഡൽഹിയിൽ അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് കാണാമായിരുന്നു. ഞാൻ മൻമോഹൻ സിംഗിന്റെ ഫുൾ ടേമിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ ടേം വരുമ്പോഴത്തേക്കും ഞാൻ റിട്ടയർമെന്റ് എടുത്തിരുന്നു. ആദ്യത്തെ ടേമിൽ ഫുൾ ആ ലാസ്റ്റ് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അത് വലിയൊരു അനുഭവമാണ്. അദ്ദേഹത്തെ കാണുക, കൂടെ ഭക്ഷണം കഴിക്കുക. എല്ലാ മാസവും ഞങ്ങൾക്ക് ഡിന്നർ ഉണ്ടായിരുന്നു കൂടെ. അത് ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷെ കുറച്ച് ഡിന്നറൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. വളരെ സോഫ്റ്റ് ആയിട്ട് അതില് സാധാരണഗതിയിൽ പ്രൈം മിനിസ്റ്ററുടെ കൂടെ ഒക്കെ ഡിന്നർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഫോട്ടോസ് ഒന്നും കിട്ടില്ല. അത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് എടുക്കുന്ന ഫോട്ടോ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കൈ കുറേ സമയം പിടിച്ച് സംസാരിച്ചപ്പോഴായിരുന്നു ഫോട്ടോഗ്രാഫർ അത് ഒരു വലിയ CD-യിലാക്കിയിട്ട് എനിക്ക് അയക്കുകയായിരുന്നു. എനിക്കതിന്റെ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഡയറക്ടർ ലെവലിൽ ഉണ്ടായിരുന്ന പലരും ആ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അവർക്കൊന്നും അങ്ങനെ ഒരു പടം കിട്ടിയിരുന്നില്ല. അതിന് കാരണം മൻമോഹൻ സിംഗ് എന്നോട് സംസാരിക്കുക മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വൈഫിനെ പരിചയപ്പെടുത്തി. അവര് കുറെ NGO-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ പരിചയപ്പെടുത്തി, ഇദ്ദേഹത്തെ പരിചയപ്പെടണം, അദ്ദേഹത്തെ ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് അദ്ദേഹത്തിന്റെ വൈഫിനെ പരിചയപ്പെടുത്തും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മള് ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ മാത്രമല്ല, പേഴ്സണൽ കപ്പാസിറ്റിയിലും വലിയ ഒരു പ്രാധാന്യവും ഓർമ്മയും ഓരോ വ്യക്തിയെയും ഓർക്കാൻ സാധിക്കുന്നു, ഫയലുകൾ ഓർക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ വലിയൊരു അനുഭവമാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ ഏറ്റെടുക്കേണ്ടത് ഈ ക്വാളിറ്റികളൊക്കെ. ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന വിഷയമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. നമ്മള് മഹാത്മാഗാന്ധിയൊക്കെ പരിചയപ്പെടുന്ന ലിറ്ററേച്ചറിലൊക്കെ അദ്ദേഹത്തിന്റെ പാഠം പഠിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു നല്ല സൗന്ദര്യബോധത്തോടു കൂടി ലോകത്തെ കാണാൻ, മനുഷ്യനെ വാർത്തെടുക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായം കുറച്ചുകൂടി നമ്മുടേതാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുമെങ്കിൽ ഭാരതത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തില് മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം. ആ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന ഇന്നത്തെ എത്ര കുട്ടികൾക്ക്, ഇപ്പം സിവിൽ സർവീസിനൊക്കെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഭാരതത്തിലെ പ്രൈം മിനിസ്റ്ററുടെ പേരും വെറുതെ പഠിക്കലാണ്. ആ ഓരോ പ്രൈം മിനിസ്റ്ററും കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വേണം. അതിനെക്കുറിച്ച് ഞാൻ കവിത എഴുതിയിട്ട് ഞങ്ങളുടെ ക്യാമ്പൊക്കെ നടക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റേഴ്സ് ഇൻ സിംഗിൾ സോങ്, പ്രൈംസ് ഇൻ ലൈൻ, ഡോക്ടർ TPS നടിച്ചാൽ യൂട്യൂബിൽ കാണാം. അപ്പൊ ഓരോ പ്രൈം മിനിസ്റ്ററുടെയും കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് വലിയൊരു പ്രാധാന്യം ഈ ഒരു സിംഗിൾ കോസ്റ്റ്യൂമിൽ എപ്പോഴും ഒരേ തരത്തിൽ ഡ്രസ് ചെയ്തിട്ടുള്ള, വലിയ ഭാവങ്ങളൊന്നുമില്ലാതെ വളരെ വിരളമായിട്ട് മാത്രം ചിരിക്കുകയും, നമ്മൾ സാധാരണ സൈലന്റ് മോഡ് എന്ന് പറയുന്നതിന് പകരം മൻമോഹൻ സിംഗ് മോഡ് എന്ന് പറയാറുണ്ട്. അങ്ങനെ സൈലന്റ് ആയിട്ട് പോലും വലിയ മാറ്റങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതിലും കവിഞ്ഞ ഒരു പക്വതയോടുകൂടി ലോകം നോക്കിക്കാണുന്ന വിധത്തില് എന്ന് പറഞ്ഞാൽ മാറ്റം ഭാരതത്തിന് മാത്രമല്ല ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന തരത്തില് മാറ്റമുണ്ടാക്കാൻ സാധിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു മുഖ്യ അനുസ്മരണ പ്രഭാഷണത്തിന് വേദിയൊരുക്കി തന്ന ഈ ഹയർ സെക്കൻഡറി എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ഏകതയ്ക്ക് നന്ദിയും അതിന് കാരണക്കാരായിട്ടുള്ള ജിതേഷിനും അതിന് സമ്മതം കൊടുത്തിട്ടുള്ള ഭാരവാഹികൾക്കും ഒക്കെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ഒരു 40 മിനിറ്റിന്റെ, എനിക്ക് തോന്നുന്നു 10-35 മിനിറ്റ് ഞാൻ സംസാരിച്ചു എന്നാണ് വിശ്വാസം. ഇത്രയൊക്കെ മതി എന്നാണ് എൻ്റെ തോന്നല്.
ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ ഡിസ്കഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആവാം. ഇത്രയൊക്കെ പറയാൻ. അപ്പൊ ഇതിന് അധ്യക്ഷത വഹിച്ച വ്യക്തിക്കും സ്വാഗതം പറഞ്ഞ വ്യക്തിക്കും ഒക്കെ നന്ദിയും നമസ്കാരവും. എപ്പോഴെങ്കിലൊക്കെ നേരിട്ട് കാണാനും, കുറെ സ്കൂൾസിൽ പോയിട്ടുണ്ട്. നിങ്ങൾ പല സ്കൂൾസിന്റെ പേര് പറയുന്ന സമയത്ത് മിക്കവാറും സ്കൂൾസ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പരിചയമുള്ള ചില ഹെഡ് മിസ്റ്റേഴ്സോ ടീച്ചർമാരോ ഒക്കെയാണ് നമ്മളെ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ മാടായിരിയാൻ വന്നിട്ടുണ്ട്. ഇവിടേക്കുള്ള ചില സ്കൂൾസിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും കാണാറുള്ളത് അത്ര സീരിയസ് ആയിട്ടുള്ളൊരു പഠന സമ്പ്രദായം നമ്മുടെ മലബാറിൽ കാണുന്നില്ല എന്നുള്ള ഒരു ദുഃഖം എനിക്ക് നല്ല പോലെ ഉണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച NSSന്റെ ഒരു ക്യാമ്പിനാണ് പോയത്. ആ ക്യാമ്പിൽ എനിക്ക് സ്വാഗതം പറഞ്ഞത് എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. സ്വാഗതം പറയുന്ന കുട്ടിക്ക് പോലും ആരാണ് ഗസ്റ്റായിട്ട് പോകുന്നത്, സംസാരിക്കുന്നത് എന്നുള്ള അയാളുടെ പേര് പോലും അറിയില്ല എന്നതാണ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കാണാം. അതടക്കാൻ ഞാൻ ഇട്ടത്. കാരണം ഞാനിടുന്ന ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ പയ്യന്നൂർ കോളേജ് എക്കണോമിക്സ് സ്റ്റുഡന്റ് നമുക്ക് നന്ദി ഒരു സ്വാഗതം പറയുന്ന സമയത്ത് ആ ഒരു ക്ലാസ് എടുക്കാൻ വരുന്ന ആളുടെ പേര് പോലും അറിയില്ല. അത് കോളേജിന്റെ ഒരു ഗുണമാണോ, NSSന്റെ ഗുണമാണോ, അതിന്റെ കോർഡിനേറ്ററുടെ ഗുണമാണോ, അല്ല, അങ്ങനെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള കുറെ അക്കാഡമിക് ആക്ടിവിറ്റികൾ നടക്കട്ടെ. ഭാരതം കെട്ടിപ്പടുക്കുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് എഞ്ചിനീയേഴ്സ് അല്ല. എൻ്റെ ഒരു മകൻ എഞ്ചിനീയറും മറ്റേയാൾ എക്കണോമിസ്റ്റുമാണ്, പഠിച്ചത് എക്കണോമിക്സ് ആണ്. അപ്പൊ പലപ്പോഴും അവര് തമ്മിൽ ചർച്ചയിൽ പറയാറുണ്ട്, ഞങ്ങൾ എഞ്ചിനീയേഴ്സ് ആണ് ഭാരതം നന്നാക്കുക. അപ്പോൾ എക്കണോമിക്സ് പഠിച്ച മാം പറയും, ഒരു എഞ്ചിനീയർക്കും വർക്ക് ചെയ്യാൻ പറ്റില്ല എക്കണോമിക്സ് നന്നായിട്ടിരിക്കുന്നത്, അത് ബിസിനസ് മോഡൽ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ വളരെ കാഷ്വലായിട്ട് കരുതുന്ന സംഭവങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എൻ്റെ മകൻ പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ട് സിംബയോസിസ് BSc എക്കണോമിക്സ് തുടങ്ങിയത്. അതിനു മുമ്പത്ത് കൽക്കട്ടയിലാണ് ഒരു കോളേജ് BSc എക്കണോമിക്സ്. അപ്പൊ മാത്തമാറ്റിക്സും എക്കണോമെട്രിക്സും ഇല്ലാതെ എക്കണോമിക്സ് പഠിക്കുന്ന വളരെ കാഷ്വൽ ആയിരിക്കും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മാത്തമാറ്റിക്സ് അറിയില്ലെങ്കിൽ SPSS സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞ സോഷ്യൽ സയൻസ് പഠിക്കുന്ന എല്ലാവരും പഠിക്കേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്ന സമയത്തും എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള MBA ക്ലാസ്സുകളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതാണ് സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ എങ്കിലും എനിക്ക് തോന്നുന്നു +1 +2 ആണ്. +1 +2 ലെവലില് അത് പഠിക്കാനും പഠിപ്പിക്കാനും ഇഷ്ടംപോലെ എക്സ്ട്രാ കോഴ്സുകളുണ്ട്, ഓൺലൈൻ കോഴ്സുകൾ. അതൊക്കെ പഠിക്കുകയും അന്ന് മൻമോഹൻ സിംഗിനൊക്കെ കേംബ്രിഡ്ജിൽ പോയിട്ട് പഠിക്കേണ്ടി വന്നു. ഇന്ന് കേംബ്രിഡ്ജ് തന്നെ ഇഷ്ടം പോലെ കൊടുക്കണ്ട. ഇപ്പൊ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒരു കാലത്ത് വലിയ സ്കൂളായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ വർഷം തന്നെ എൻ്റെ 3 കുട്ടികൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ മാസ്റ്റേഴ്സിന് പോയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾ ഞാൻ മെന്റർ ചെയ്യുന്ന കുട്ടികൾ. അത് കൊച്ചിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഒരാൾ ഹൈദരാബാദിൽ നിന്നും 3 കുട്ടികളെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് പറഞ്ഞേക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കൊക്കെ നമ്മൾ ഒരാളുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ, ഇപ്പൊ മൻമോഹൻ സിംഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, കേംബ്രിഡ്ജിലാണ് പഠിച്ചത്. അതാണ് ഞാൻ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ. അത് നമ്മൾ ക്ലാസ്സിലെ കുട്ടികളോട് പറയുമ്പോൾ 1000 കുട്ടികളിൽ ഒരു കുട്ടിയെങ്കിലും അതൊരു പാഠമായെടുത്ത് എനിക്ക് കേംബ്രിഡ്ജിൽ പോയിട്ട് എക്കണോമിക്സ് പഠിക്കണം, എനിക്ക് അവിടെ പോയിട്ട് PhD എടുക്കണം എന്നൊക്കെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ തോന്നലുകൾ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് പകർത്താൻ സാധിക്കണം. ആ ഒരു തോന്നല്, അതാണ് ഞാൻ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകത്തിൽ. ഇപ്പൊ അതിന്റെ ഓരോ വ്യക്തികളെ കുറിച്ചും അന്ന് ആൾക്കാരുടെ ലിസ്റ്റ് മാത്രം 1000 പേരുടെ ലിസ്റ്റാണ് ഞാൻ ആ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളത്. ഇപ്പോ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പ്രത്യേകിച്ചും മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിന് ശേഷം ഞാൻ വിചാരിച്ചിട്ടുള്ളത് അവരെ കുറിച്ചൊക്കെ കുറെ കഥകളായിരുന്നു. അതിൽ ഇപ്പൊ ഒരു 60 ഞാൻ എഴുതി കഴിഞ്ഞു. 60 വ്യക്തികളുടെ ജീവചരിത്രം നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ പ്രചോദനമായിട്ട് ഏറ്റെടുക്കാം. അത് ഒരു വർഷത്തിനുള്ളിൽ ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹം. 1000 സാധിച്ചിട്ടില്ലെങ്കിലും വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു 150-200 പേരുടെ ജീവചരിത്രം ഞാൻ നോക്കിക്കാണുന്ന തരത്തിൽ എങ്ങനെയാണ് അവരുടെ ജീവചരിത്രം നമ്മുടെ അടുത്ത ജനറേഷനെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക. അപ്പോൾ ഇത്തരം അനുസ്മരണ യോഗങ്ങൾ വെറും വഴിപാടായിട്ടല്ല, അവരുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ ആ വഴിയിലൂടെയൊക്കെ പോയാൽ എനിക്ക് എവിടേക്ക് എത്താം
എന്നുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്ന തരത്തിലാക്കി മാറ്റുകയാണെങ്കിൽ, അതാണ് ഞാൻ ഈ ടീച്ചേഴ്സ് ഫോർ ആയതുകൊണ്ട്, ഇത് ഒരു വേറെ ഏതെങ്കിലും ഫോർ ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ജീവചരിത്രം പഠിക്കുന്നത് എന്നുകൂടി അറിയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഓരോരാളെയും അവർ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, ഇപ്പൊ റേസിംഗ് ഓഫ് ഇന്ത്യ ബൈ ദ റേസ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം കുറെ കുട്ടികളുടെ കോൺട്രിബ്യൂഷനോട് കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഓരോ വ്യക്തിയെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ അവര് നമുക്ക് തരുന്ന ആശയങ്ങൾ ഞാൻ എങ്ങനെ ഏറ്റെടുത്തിട്ട് ആ വഴിയിലൂടെ എൻ്റെ ജീവിത യാത്ര എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന്, എങ്ങനെ പ്രചോദനം ഏറ്റെടുക്കണം എന്ന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ആർട്ടിക്കിൾസ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ ആ ബുക്ക് എഴുതിയത്. ഞാനല്ല, എൻ്റെ കുട്ടികൾ എഴുതിയിട്ടുള്ള കോൺട്രിബ്യൂട്ടറി ബുക്കാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ജീവചരിത്രങ്ങൾ പഠിക്കുക, അവരെക്കുറിച്ച് എഴുതുക, അവരെക്കുറിച്ച് മനസ്സിലാക്കുക, അത്തരം സംഭവങ്ങൾ കൂടി ഉണ്ടായാൽ നമ്മുടെ അക്കാഡമിക്സ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കാൻ ഈ ടീച്ചേഴ്സ് ഫോറത്തിന് സാധിക്കട്ടെ, അതുണ്ടാവട്ടെ. എനിക്ക് തോന്നുന്നില്ല മൻമോഹൻ സിംഗിനെ കുറിച്ച് പറയാൻ നമുക്ക് ഏത് വെബ്സൈറ്റ് നോക്കിയാൽ പറ്റും. പക്ഷെ അദ്ദേഹത്തെ തൊടാനും അദ്ദേഹത്തുമായിട്ട് കൂടെ ഭക്ഷണം കഴിക്കാനും മീറ്റ് ചെയ്യാനും ഞാൻ എഴുതിയ ഫയലുകളിൽ അദ്ദേഹത്തിന്റെ സൈനോട് കൂടി തിരിച്ചു വരുന്നത് വായിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു കാര്യമായിട്ട് കാണുന്നത് കൊണ്ട് ഈ ഒരു അവസരം ജിതേഷ് പറഞ്ഞ സമയത്ത് നഷ്ടപ്പെടുത്തരുത് എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഏറ്റെടുത്തത്. ഇതിന് അവസരം ഉണ്ടാക്കി തന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരവും. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ടി.പി. ശശികുമാർ സാർ. വളരെ അവിചാരിതമായിട്ടാണെങ്കിലും സാറിനെ പോലുള്ള മൻമോഹൻ സിംഗ് സാർ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യങ്ങളും അദ്ദേഹത്തിന്റെ ബുദ്ധിപ്രയോഗങ്ങളും ഒക്കെ നേരിട്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ച ശശികുമാർ സാറിന്റെ പ്രഭാഷണത്തിന് ശേഷം സാറ്, എനിക്ക് ചോദിക്കാനുള്ളത്, അമേരിക്കയുമായിട്ടൊരു ആണവ കരാറ്, അതിന്റെ പേരിലാണല്ലോ LDF മൻമോഹൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചത്. അത് എത്രമാത്രം ഇന്ത്യയുടെ ആണവ സുരക്ഷിതത്വത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്മെന്റിനും എത്രമാത്രം സഹായകരമായിരുന്നു, അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് സാറിന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. അതൊന്നും പറയാൻ പറ്റുമോ സാർ? പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും അമേരിക്ക സാങ്ഷൻ എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്. അത് ബാക്കി രാജ്യങ്ങൾക്കുള്ള അത്ര ലിബറലായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഭാരതത്തിനും അതിൻ്റെ ഒരു സാങ്ഷൻ ഭാഗമായിട്ട് വരും. കാരണം ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് ഡിഫൻസ് ആവശ്യങ്ങൾക്ക് കൂടാതെ, ഇപ്പൊ എൻ്റെ മകൻ വർക്ക് ചെയ്യുന്നതും അമേരിക്കൻ ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടാണ്, അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം ഓരോ രാജ്യവും അവരുടെ ന്യൂക്ലിയർ പവർ സാധാരണഗതിയിൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധ്യത ഈ കാലഘട്ടങ്ങളിൽ വളരെ കൂടുതൽ റിസർച്ച് നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ നമുക്കറിയാം വളരെ സീക്രട്ടായിട്ട് ആ ആവശ്യങ്ങൾക്കല്ലാതെയും ഡിഫൻസ് ആവശ്യങ്ങൾക്കും വളരെ സുലഭമായിട്ട് ന്യൂക്ലിയർ കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ, ഇപ്പൊ റഷ്യ ആയാലും ഉക്രൈൻ ആയാലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭാരതത്തിലും ഇല്ല എന്ന് പറയാൻ വയ്യ. അങ്ങനെ എല്ലാ രാജ്യത്തിലും അവരുടേതായ കുറെ സീക്രസിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ സാങ്ഷൻ ഉണ്ടായിരുന്ന കാലത്ത്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാം ഇന്നൊരു പോളിസി വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എതിർത്താൽ, അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ട്രീറ്റ് സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നൊക്കെ വരാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഡിസ്കഷൻസ് മിക്കവാറും നമ്മുടെ സയന്റിഫിക് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റ് നടക്കും. അപ്പൊ നമ്മൾ ചെയ്യാറുള്ളത് അതിനാവശ്യമായിട്ടുള്ള ഒരു കൂട്ടലുകളൊക്കെ തുടങ്ങിയിട്ടാണ് ഈ പോളിസികളും, അല്ലാണ്ട് പ്രൈം മിനിസ്റ്റർ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കുന്നതല്ല പോളിസികൾ. അതിനാവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുത്ത് നമ്മൾ അതിന്റെ കെയറൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ഉണ്ടാവും. പിന്നെ പലപ്പോഴും ഇതൊക്കെ ഒരു ബിസിനസ് ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പം അമേരിക്ക നിർത്തിയാലും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടത്തുന്നവരൊക്കെ ഇസ്രയേലുകാരാണ്. അപ്പൊ ആ ഇസ്രയേലിൽ നിന്ന് നമുക്ക് അതേ സാധനങ്ങൾ അതിനേക്കാളും ചീപ്പായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും ഗുണമുള്ളതോ ഒക്കെ ഇസ്രയേലിൽ നിന്ന് കിട്ടും. അപ്പൊ മിക്കവാറും അമേരിക്ക സാങ്ഷൻ അടിക്കുമ്പോൾ മറ്റൊരു രാജ്യം
അത് തുറക്കും. കാരണം ഒരു കമ്പനിക്ക് അമേരിക്ക മാത്രമല്ല അവരുടെ പോർട്ട് ഓഫ് ബിസിനസ്, ബാക്കി പല രാജ്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ അമേരിക്ക ആസ് എ പോളിസി ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സൈലന്റ് ആയിട്ട് ബാക്കി സ്ഥലത്ത് നിന്നും അത്തരം സംഭവങ്ങൾ കിട്ടും. ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൊക്കെ എൻ്റെ കുറെ കൊളീഗ്സും ഒക്കെ പോയിട്ടുള്ളത് പലപ്പോഴും ഓസ്ട്രിയയിലും, ഞാനടക്കം ഓസ്ട്രിയയിൽ പോയിട്ടുണ്ട് അത്തരം ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട്. സാങ്ഷൻ ഉള്ള കാലത്ത് അമേരിക്ക തരാത്ത സാധനം നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് മേടിക്കാം. പക്ഷെ അതിന്റെയൊക്കെ ഒറിജിൻ ചിലപ്പോൾ ഒരേ കമ്പനി ആയിരിക്കും, വ്യത്യസ്തമായ ഒരു കമ്പനിയും. ഇന്റർനാഷണൽ കമ്പനികളൊന്നും ഒരു രാജ്യത്ത് മാത്രം നിൽക്കില്ല, കാരണം അവർക്കറിയാം അവർക്ക് ബിസിനസ്സാണ് വേണ്ടത്. അപ്പൊ നമ്മള് ഏറ്റവും നല്ല ഫൈറ്റർ വിമാനങ്ങൾ അമേരിക്ക വെക്കില്ല എന്ന് പറഞ്ഞാൽ അതേ സാധനം ആവശ്യത്തിനുള്ള പ്രൊഡക്ഷൻ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റി കൊടുത്തതിന് ശേഷമാണ് ഈ രാജ്യം സാങ്ഷൻ കൊടുക്കുക. കാരണം അല്ലെങ്കിൽ ബിസിനസ്സുകാർ അമേരിക്കൻ ഗവൺമെന്റിനെ പിറ്റേ ദിവസം താഴ്ത്തിടും. അമേരിക്ക ഒന്നും ഭരിക്കുന്നത് ജനങ്ങളുടെ വോട്ടോട് കൂടിയല്ല, അതിനേക്കാളും കൂടുതൽ ബിസിനസ്സുകാരുടെ പോളിസി ഡിസിഷൻസ് ആണ്. ഇപ്പം ഈ ഇലക്ഷൻ ആരാണ് ജയിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഏറ്റവും പണക്കാരനായ എത്ര ആൾക്കാർ അടുത്ത കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു അനുസരിച്ചിട്ടാണ്. അത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഹൈദരാബാദില് അല്ലെങ്കിൽ തെലങ്കാനയില് ആരാണ് ചീഫ് മിനിസ്റ്റർ എന്ന് തീരുമാനിക്കുന്ന അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ്. അവര് ബാർഗെയിൻ ചെയ്ത് തീരുമാനിക്കും ഇന്ന പാർട്ടിക്കാണ്, ആ പാർട്ടി മാത്രമേ ജയിക്കാവൂ. അപ്പോൾ ഇന്ന മന്ത്രിമാരൊക്കെ അവിടുന്ന് മാറിക്കോളൂ, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ഒരു ചെറിയൊരു സ്റ്റേറ്റിൽ നമുക്ക് നടക്കുന്നത് കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് ഈ സാങ്ഷൻ പോളിസി എന്നൊക്കെ പറയുന്നതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അത് ഭാരതത്തെ പെട്ടെന്നൊരു ദിവസം മലക്കം മറിക്കാനോ ഒന്നും സാധിക്കില്ല. ഇപ്പൊ ക്രയോജനിക് എഞ്ചിൻ തന്നിട്ടുള്ള റഷ്യയോട് നമുക്ക് നല്ല ബന്ധമുണ്ട്. ആ ക്രയോജനിക് എഞ്ചിൻ നമ്മൾ സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനാണ് ഉപയോഗിക്കുക. സാറ്റലൈറ്റ് ലോഞ്ചിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങളും തന്നെയാണ്. അതുകൊണ്ടാണ് കലാമിന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ നിന്നും ഡിഫൻസിൽ പോയിട്ട് ഡിഫൻസിൽ നമ്മൾ അവസാനം മുകളിൽ വെക്കുന്ന സാറ്റലൈറ്റിന് പകരം അവിടെ മിസൈൽ വെച്ചാൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് രണ്ടും പോകുന്നത് സർഫസ് ടു സർഫസ് ആണോ, സർഫസ് ടു എയർ ആണോ, സർഫസ് ടു സീ ആണോ എന്നൊക്കെ അനുസരിച്ച്, സീ ടു ലാൻഡ് ആണോ, ലാൻഡ് ടു, അതിനനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അത് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ന്യൂക്ലിയർ ഡിപ്പാർട്ട്മെന്റ് ആയാലും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇതൊക്കെ അന്യോന്യം സന്ധി ചെയ്തിട്ട് ജീവിക്കുന്ന കുറെ ഡിപ്പാർട്ട്മെന്റുകളാണ്. അതുകൊണ്ട് വലിയ ഒരു ഇമ്പാക്ട് സയന്റിഫിക് ലെവലില്, സയൻസ് ലെവലില്, സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ നമുക്കൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവാറില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നമുക്ക് നമ്മുടേതായ കുറെ ഗവേഷണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സെൽഫ് റിലയന്റ് ആയിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇന്നത്തെ ഇന്റർനാഷണൽ കണ്ടീഷനിൽ സെൽഫ് റിലയന്റ് അല്ല, എല്ലാവരും അന്യോന്യം സഹകരിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു രാജ്യം സഹകരിച്ചിട്ടില്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആദ്യം കണ്ടുപിടിച്ചിട്ടാണ് ബാക്കി ഡീൽസ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ അത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സ്ട്രാറ്റജിക് പോളിസിയാണ്. ഇനി മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ? ലോകം കണ്ട നല്ല ഏറ്റവും നല്ല ധനകാര്യ മന്ത്രിമാരിൽ ഒരാളായ മൻമോഹൻ സിംഗിന്റെ കൂടെ പ്രവർത്തിച്ച് അദ്ദേഹത്തെ തൊട്ടറിഞ്ഞ ഒരു വ്യക്തിയുടെ കൂടെ ഇത്ര സമയം ഇരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ ഇനിയും ഏക്തയുടെ കീഴിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിന്റെ സംഘാടകർക്ക് വളരെ നന്ദി അറിയിക്കുകയാണ്. സാറിന്റെ സംസാരം നല്ല രീതിയിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കേൾക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ ടൈം നമുക്കറിയാലോ, അത്രയും പരിധിക്കുള്ളിൽ വെച്ചിട്ട് ഇത്രയും നല്ലൊരു വിശാലമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് മൻമോഹൻ സിംഗിനെ കുറിച്ചിട്ടുണ്ടാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ബിന്നി സാറിന്റെയും അതുപോലെ ചന്ദ്രമോഹൻ സാറുടെയും ഒക്കെ ക്ലാസ്സുകൾ കേട്ടു. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. സാറിന് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച ജിതേഷ് സാറിന് സന്തോഷം. അതിനിടയ്ക്ക് നമ്മുടെ സാറിന്റെ നമ്പറും ഒപ്പം വെബ്സൈറ്റ് ഐ ഡി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം എന്ന് പറഞ്ഞ ഡോക്ടർ ടി ശശികുമാർ സാറെ നിങ്ങൾക്ക് ആ നമ്പറിനും ഒപ്പം അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് ചെയ്യാം. ക്ലാസ് മിങ്കിൾ ചെയ്യാനും സാർ ഉണ്ടാവുമോ? തീർച്ചയായും സാർ തന്നെ മറുപടി പറയും.
എന്താ ചോദിച്ചത് കേട്ടില്ല. ഞങ്ങളുടെ സ്കൂളിൽ സാറിന് വരാനുള്ള സൗകര്യം ഉണ്ടാവുമോ? കുട്ടികളുമായിട്ട് കുറച്ച് സമയം ഞാൻ മിക്കവാറും സ്കൂളുകളിലും ക്ലാസ്സുകളൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പൊ കേരളത്തിൽ 10 ദിവസമായി. ഇരിങ്ങാലക്കുടി ആയിരുന്നു 21-ാം തീയതി. ഇപ്പം നടുവിലാണുള്ളത്. നിങ്ങളുടെയൊക്കെ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. കണ്ണൂർ ഡിസ്ട്രിക്റ്റില് തളിപ്പറമ്പെന്ന് നടുവിൽ എന്ന് പറയുന്ന ഗ്രാമം അറിയാം. നടുവിൽ ഹൈസ്കൂൾ ഞങ്ങളുടെ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ആ സ്കൂളിനടുത്താണ് എൻ്റെ വീട്. ജ്ഞാനം എന്നാണ് എൻ്റെ വീട്ടിന്റെ പേര്. ഡോക്ടർ TPS എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട് കാണാം. അത് 3 വീടുകളാണ്. ഒന്ന് ഇരിങ്ങാലക്കുട, ഒന്ന് ഹൈദരാബാദ്, ഒന്ന് നടുവിൽ. ഈ 3 വീട്ടിലായിട്ടാണ് എൻ്റെ താമസം. പക്ഷെ മിക്കവാറും യാത്രയാണ്. ഇപ്പം നാളെ ഹൈദരാബാദിന് പോവും. 3, 4, 5 തീയതികളിൽ ജയ്പൂർ, ഉദയ്പൂർ, രാജസ്ഥാൻ ഭാഗത്താണ്. 10, 11, 12 തീയതികളിൽ യൂത്ത് ഡേ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഡൽഹിയിലുള്ള കുറച്ച് കോളേജുകളും യൂണിവേഴ്സിറ്റികളിലുമാണ്. അപ്പൊ മിക്കവാറും യാത്രയാണ്. അപ്പൊ ഇനി അടുത്ത ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ മിക്കവാറും തെക്ക് ഭാഗത്ത് കോട്ടയം, പത്തനംതിട്ട ഭാഗത്ത് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഇങ്ങനെ യാത്രയാണ്. അപ്പൊ ആ യാത്രയുടെ ഇടയിൽ കേരളത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് വിളിക്കുകയാണെങ്കിൽ വരാം. അല്ലെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് കുറച്ച് കൂടുതൽ ഒരു ബഞ്ച് ഓഫ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലാണ് ഞാൻ വരിക. അല്ലാതെ ഒരു പ്രോഗ്രാമിന് വരാൻ ചിലപ്പോൾ മുതലായി എന്ന് വരില്ല. വരുമ്പോ പങ്കെടുക്കാൻ സന്തോഷമേ. താങ്ക് യു സോ മച്ച്. തന്റെ സംസാരം കേൾക്കാൻ സാധിച്ച ഒരുപാട് സന്തോഷം. ആരും ഇല്ലാന്ന് തോന്നുന്നു. അസിസ രത്നാകരൻ P റേസ്ഡ് ഹാൻഡ്. അറിയാതെ അടിച്ചു പോയത്. സോറി സാർ, അങ്ങനെയില്ല. അത് അറിയാതെ പറ്റിയാണ്. ഇനി നന്ദി കിടക്കാം. നാടൻ കലകളിലൊക്കെ പ്രാവീണ്യത അധ്യാപനം കൂടിയാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഒന്ന് പരിചയപ്പെടും സാർ. നാടൻ കലകൾക്ക് ഇഷ്ടമുള്ള ഒരു ഗസ്റ്റ് കൂടിയാണ് നമ്മുടെ TP ശശിധരൻ സർ. എന്റെ ഒരു ബുക്ക് ഉണ്ട്, കേരള ആർട്ട് ഫോംസ്. എന്റെ കേരള ആർട്ട് ഫോംസ് എന്നൊരു ബുക്ക് ഉണ്ട്. ഹലോ സാർ. നമസ്കാരം. ഹലോ സാർ. അങ്ങനെ ഒരു ഇൻട്രഡക്ഷനോ പരിചയപ്പെടുത്തണോ ഈ ഒരു മീറ്റിങ്ങിന് ആവശ്യമില്ല. ഇപ്പോഴേ നമ്മള് മൻമോഹൻ സിംഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ കുറിച്ചുള്ള ഓരോ വാക്കുകളും ഇവിടെ നമ്മുടെ വിശിഷ്ടാതിഥി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പങ്കെടുത്ത ഓരോരുത്തരുടെയും ഉള്ളിൽ വളരെ സ്വാധീനം ചെലുത്തുന്നതാണ്. എക്കണോമിക്സ് ടീച്ചേഴ്സിന്റെ ബെന്നിസാറ് പറഞ്ഞ പോലെ ഓരോ NEPയുടെ ക്ലാസ്സുകളും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ന്യൂ എക്കണോമിക്സ് പോളിസി മാത്രം, അതിനുശേഷം എടുത്ത ഓരോ തീരുമാനങ്ങളും ഈ പറഞ്ഞ ബെന്നിസാർ ഓരോ വാക്കം വിട്ട് പറഞ്ഞിരുന്നു. ഓരോ മേഖലകളിൽ അതൊക്കെ നമ്മുടെ സാധാരണ വ്യക്തികളെ സ്വാധീനിച്ചുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഈ പങ്കെടുത്ത നമ്മുടെ മുമ്പിൽ ഇത്രയും സമയം സഹകരിച്ച് നമ്മുടെ ഏകതയുടെ കുടുംബങ്ങളോടുകൂടി 1 മണിക്കൂർ കൂടുതൽ നമ്മളിവിടെ സഹകരിച്ച നമ്മുടെ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു. ശ്രീജ ടീച്ചർ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. കണ്ണൂർ ജില്ലാ ഹയർ സെക്കൻഡറി സ്കൂൾ എക്കണോമിക്സ് ടീച്ചേഴ്സ് അസോസിയേഷനായ ഏകത സംഘടിപ്പിച്ച എ ട്രിബ്യൂട്ട് ടു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഈ പരിപാടിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ ബഹുമുഖ വ്യക്തിത്വത്തെ കുറിച്ചും അക്കാലത്തെ രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചും മറ്റു പുസ്തകങ്ങളിലൊന്നും കിട്ടാത്ത അറിവുകൾ നമുക്ക് പകർന്നു തന്ന ഡോക്ടർ TP ശശികുമാർ അവർക്ക് കണ്ണൂർ ഏകതയുടെ നന്ദി, സ്നേഹം. അതോടൊപ്പം ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ ഏകതയുടെ പ്രസിഡന്റ് പ്രതീഷ് സാർ, അതുപോലെ തന്നെ സ്വാഗത ഭാഷണം നടത്തിയ പ്രദീപൻ സാർ, അനുസ്മരണ പ്രഭാഷണം നടത്തിയ ബെന്നി സാർ, ചന്ദ്രമോഹൻ സാർ എന്നിവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ അധ്യാപക സുഹൃത്തുക്കൾക്കും കണ്ണൂർ ഏകതയ്ക്കും വേണ്ടി നന്ദി.
അസീസ് സാർ കൂടി ഉണ്ട്. അധ്യക്ഷ പദം ഇന്ന് അലങ്കരിച്ചത് അസീസ് സാറാണ്. ഞാൻ ലേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത്. അസീസ് സാറാണ് അല്ലേ? അസീസ് സാറിനും അധ്യക്ഷ പദവി അലങ്കരിച്ച അസീസ് സാറിനും കണ്ണൂർ ഏകതയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നിർത്തുന്നു. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഇങ്ങനെ ഒരു ട്രൈബ്യൂട്ട് നടത്തിയത്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കടമ കൂടിയാണ്. കണ്ണൂർ ജില്ലാ എക്കണോമിക്സ് ടീച്ചേഴ്സിന്റെ കടമ കൂടിയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങോളങ്ങളുടെ എല്ലാ ജില്ലകളും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇതേപോലെ അധ്യാപകർ ഇതേപോലെ ഒരു ട്രൈബ്യൂട്ട് അല്ലെങ്കിൽ ഒരു കൃതജ്ഞത നടത്തുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിസിപ്പേഷൻ കുറച്ച് കുറഞ്ഞു. പ്രതീക്ഷിച്ചതിന്റെ 25% നമ്മൾ പങ്കെടുക്കാൻ പറ്റിയിട്ടുള്ളൂ എല്ലാ അധ്യാപകർക്കും. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ഷണം 2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ പ്രോഗ്രാം നടത്തുവാനുള്ള അനുമതി നൽകിയ TP ശശികുമാരൻ സാറിനുള്ള നന്ദി എന്റെ സ്വന്തം പേരിൽ പറയുകയാണ്. ഞാൻ നടത്തുന്ന ഇതേപോലെ കുറെ പ്രോഗ്രാമുകളൊക്കെ തീർച്ചയായിട്ടും പല സമയങ്ങളും, അത് രാവിലെ ആയി കഴിഞ്ഞാലും പുലർച്ചെയായാലും ഉച്ചക്കായാലും രാത്രി എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും എന്നോടൊപ്പം പങ്കെടുക്കുന്ന TP ശശികുമാർ സാറ് നമ്മുടെ അടുത്ത ഏകതയുടെ ജില്ലാ കൺവെൻഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ നേരിട്ട് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കണം എന്നുള്ള ഒരു സന്തോഷം കൂടി അദ്ദേഹം ഏപ്രിലോ മാർച്ചിലോ വരികയാണ്. സാധാരണ നമ്മുടെ പ്രോഗ്രാം മാർച്ച് ഏപ്രിൽ ദിവസങ്ങളാണ് നടക്കാറ്. അത് ബെന്നി സാറൊക്കെ ആണ് അതിന്റെ പിന്നിലുള്ളത്. ഈ ഒരു ചടങ്ങിൽ നമുക്ക് TP സാറെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉചിതമായിരിക്കുമെന്ന പ്രാർത്ഥനയോടുകൂടി സന്തോഷത്തോടു കൂടി കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും തൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, രഹന ടീച്ചർ എന്തോ സംസാരിച്ചത്. സാറ് നിങ്ങളെ അസോസിയേഷന്റെ പ്രോഗ്രാമിൽ വരുന്നത് പറഞ്ഞപ്പോ സന്തോഷം തോന്നിയത്. അപ്പൊ സാറിന്റെ വരുവാണെങ്കിൽ നല്ലതായിരുന്നു. അസോസിയേഷൻ പ്രോഗ്രാം ഇതേ രൂപത്തിലൊന്നും ആയിരിക്കില്ല. ഏകദേശം 200-250 ആൾക്കാർ ഒരു വലിയ വേദിയിൽ സദസ്സിൽ ഒന്നിച്ചിരിക്കുകയും ഒപ്പം ആ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരുടെ യാത്രയയപ്പും ഒപ്പം അധ്യാപകരുടെ ഒരു കലാപരിപാടികളും സംഘവും ഒക്കെയാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ എല്ലാ വർഷവും ഏറ്റവും വിപുലമായി നടത്തുന്ന ഒരു സംഘടനയല്ല, ഒരു കൂട്ടമാണ് ഈ ഏകത എന്ന പേര് അറിയപ്പെടുന്ന. ഇതില് നിലവിൽ സർവീസ് ഉള്ളവരുണ്ട്, അതേപോലെ തന്നെ റിട്ടയർ ചെയ്ത അധ്യാപകരുണ്ട്, അതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ഉള്ള അൺഎയ്ഡഡ് ടീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ഫോറം ആകുന്നു. ഇതിന് യാതൊരു വിധത്തിലുള്ള ജാതി വർണ്ണ വിവേചനങ്ങളോ അല്ലെങ്കിൽ ഈ ഡെസിഗ്നേഷനുള്ള വിവേചനങ്ങളോ ഇല്ലാതെയുള്ള ഒരു സംഘടനയാണെന്ന് പരിചയപ്പെടുത്തുകയാണ് സാറോട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഏപ്രിൽ ഒരു ഡേറ്റ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വരവ് നമ്മുടെ ഏകതയ്ക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യും, ഊർജം നൽകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. ബെന്നി സാർ ഒരു വാക്ക് സംസാരിച്ചത് വൈൻഡപ്പ് ചെയ്യാം. ഈ ആക്ച്വലി ഇതിന്റെ ഈ ഒരു ഏകതയുടെ ശില്പികൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ശരിക്കും ഇതിലൊരു പാർട്ടിസിപ്പേഷൻ നമുക്ക് വേണ്ട രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു സങ്കടമുണ്ട്. എങ്കിൽ കൂടിയും സാറിനെ പോലെ ഒരാള് നമ്മുടെ മേജർ ഫംഗ്ഷൻ എല്ലാ വർഷവും നടക്കുന്നത് മാർച്ച് ലാസ്റ്റ് അല്ലെയും ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ നേരത്തെ ജിതേഷ് സാറ് പറഞ്ഞതുപോലെ വലിയൊരു ഫംഗ്ഷനായിട്ട് നടത്തുന്നതാണ്. തീർച്ചയായിട്ടും സാറിനെ അതിലേക്ക് പ്രത്യേകമായി ഏകതയുടെ ഒരു ഫൗണ്ടർ സെക്രട്ടറി എന്ന രീതിയിൽ സാറിനെ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. തീർച്ചയായും സാറിന്റെ ഡേറ്റ് ജിതേഷ് സാറുമായിട്ട് അക്വൈന്റഡ് ആണല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും സാറിന്റെ ഡേറ്റ് കിട്ടിയാൽ നിങ്ങൾ അതിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യുന്നതാണ്. ഒരു നന്ദിയുടെ ഒരു വാക്ക് പ്രത്യേകിച്ച് ഇതിന്റെ പുതിയ നേതൃത്വം നമ്മുടെ ജിതേഷ് സാർ, പ്രതീഷ് സാർ, ഇതൊരു നല്ലൊരു തുടക്കമാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അക്കാഡമിക് സെഷൻ തീർച്ചയായും നല്ലതാണ്. നമുക്ക് ഓൺലൈനെങ്കിലും ഓൺലൈൻ നമുക്ക് അതേപോലെ സാറിനെ പോലുള്ള വ്യക്തിത്വങ്ങളെ ക്ഷണിച്ച് നടത്തുന്നത് നല്ലൊരു ചുവടുവയ്പ്പാണ്. മുന്നേ നമ്മൾ നടത്തിയിരുന്നു, എങ്കിലും നമ്മൾ ഇതേപോലെ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് ഇങ്ങനൊരു ഓൺലൈൻ കൂട്ടായ്മ പ്ലാൻ ചെയ്ത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. Thank you so much, Jitesh. Thank you, Benji. Thank you, sir. Thank you, Benji. Thank you, Rehana. Thank you.